എനിക്കും അഞ്ജലിക്കും ഒരു റെയർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള റഫാൽ ഫൈറ്റർ ജെറ്റ് അടുത്തു നിന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഒരു ചെറിയൊരു അക്കൗണ്ടാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞാനും അഞ്ജലിയും ഒരു സ്ഥലം വരെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ലൈഫിലെ ഒരു എന്താ പറയുക വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നുണ്ടായത്. ടി വിയിലൊക്കെ കണ്ട് മാത്രം അറിഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, എയർഫോഴ്സിൻ്റെ ഒരു പ്രോജക്റ്റ്, റഫാൽ ഫൈറ്റർ പ്ലെയിൻസ്. റഫാൽ ഫൈറ്റർ ജെറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത് ടി വിയിലാണ്. എനിക്ക് തോന്നുന്നു 2022 റഫാൽ ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്. 2015 തൊട്ടേ അതിൻ്റെ ഓർഡർ പ്ലേസിങ്ങും പ്രൊസീഡിങ്സും പേപ്പർ വർക്ക്സും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വിത്ത് സ്പെഷ്യൽ പെർമിഷൻ ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അവിടെ നമുക്ക് പ്രോപ്പർ വേ കൂടി അപ്രൂവൽ പെർമിഷൻ എടുത്ത് ഫ്രം ദ അതോറിറ്റീസ് നമുക്കവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും അപ്പോൾ പക്ഷേ ലൈക്ക് ആസ് എ യൂട്യൂബർ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹം പറഞ്ഞില്ലേക്കണോ നമുക്ക് ഇങ്ങനെ ഞാൻ മെയിനായിട്ടും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് വ്ളോഗ്സിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ഹൈ സെക്യൂരിറ്റി ഏരിയാസിൽ നമുക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മീഡിയ പീപ്പിളിനൊന്നും അങ്ങനെ നമുക്ക് എന്താ പറയുക ആക്സസിബിൾ അല്ല. ലൈക്ക് നമുക്ക് ഈവൻ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പം പക്ഷെ നമ്മൾക്ക് അവിടെ വിസിറ്റ് ചെയ്ത് നമുക്ക് അവിടുത്തെ ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും അറിയാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാനും അഞ്ജലിയാണ് അന്ന് പോയത്. അപ്പോൾ ഒരു അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഹൈ സെക്യൂരിറ്റി ഒരു ഫെസിലിറ്റിയിലാണ് നമുക്ക് പോകാൻ പറ്റിയത്, വിച്ച് ഐ ഫീൽ റിയലി പ്രൗഡ് ഓഫ്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. ലൈക്ക് ആസ് എ വെരി റെഗുലർ നോർമൽ പേഴ്സൺ, ഒരു സിവിലിയൻ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതായത് കറക്റ്റ് പ്രോപ്പർ വേ കൂടെ നമ്മൾക്ക് പെർമിഷൻ എടുത്ത് നമ്മൾ പോയൊരു സംഭവമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ഇപ്പം എനിക്ക് ഇപ്പം എയർഫോഴ്സ് അല്ലെങ്കിൽ ആർമി, മിലിറ്ററി എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ആകെ എന്താ പറയുക മൂവീസിലൂടെയും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററീസിലൂടെയും ഒക്കെ കണ്ടുള്ള എക്സ്പീരിയൻസസ് മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ഒരു ഇമാജിനേഷനിൽ ഉള്ളതൊന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഫെസിലിറ്റി ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിലുള്ള ഒരു ഫെസിലിറ്റിയിൽ നിന്നും ഒത്തിരി മാറി ഭയങ്കര ഹൈ സെക്യൂരിറ്റി ഒരു ഏരിയയിലാണ് റഫാൽ ഫൈറ്റർ പ്ലെയിൻസ് ഉള്ളത്. അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾക്ക് ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ നമ്മൾക്ക് ഡെഫിനറ്റ്ലി ഓൺ ദ ഇൻ്റർനെറ്റ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒത്തിരി വിവരങ്ങളുണ്ട്. അത് വെച്ചിട്ടുള്ള ഞാൻ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ എന്താ പറയുക എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അതിൻ്റെ അവിടെ ഞാൻ മീറ്റ് ചെയ്ത ഒഫീഷ്യൽസിൻ്റെ അടുത്ത് പറയും. അവരതിന് വിത്ത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഡേറ്റ ഓർ ഷെയർ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെനിക്ക് പറഞ്ഞു തരുകയും ആ ഒരു ഗൈഡൻസിൻ്റെ ഇതിൽ നിന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ടെക്നോളജിക്കലി വളരെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളും ഉള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനുള്ള നോളജോ നോ ഹൗവോ ഒന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കി നമ്മൾക്ക് വി ഹാഡ് എ കംപ്ലീറ്റ് ട്രിപ്പ് ഓഫ് ദ എൻറ്റയർ റഫാൽ ഫെസിലിറ്റി. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ശരിക്കും ഇന്ത്യയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും എന്താ പറയുക നമ്മൾക്കൊക്കെ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും വലിയ സംഭവമാണ് അവിടെ ചെയ്തു വച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യ പർച്ചേസ് ചെയ്തത് 2022 ഓൾമോസ്റ്റ് 36 ഫൈറ്റർ ജെറ്റ്സ് ആണ് ഫ്രം റഫാൽ, വിച്ച് ഇസ് എ ഫ്രഞ്ച് കമ്പനി. അപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തതിൽ ഒരു പെർട്ടിക്കുലർ number of fighter planes
വേറൊരു ലൊക്കേഷനിൽ, ഞങ്ങൾ പോയ ലൊക്കേഷനിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഫൈറ്റർ പ്ലെയിൻസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ ആ ലൊക്കേഷനിൽ നമ്മൾക്ക് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അവിടെ സിമുലേറ്റേഴ്സ് ഉണ്ട്, വിച്ച് ഷോസ് ഹൗ എക്സാക്ട്ലി ഈ റഫാൽ ഫൈറ്റർ പ്ലെയിൻസ് വർക്ക്, അതിൻ്റെ ആ മെത്തഡോളജി, the technology that they are using, and നമ്മൾക്കത് ശരിക്കുമുള്ള ഒരു എക്സ്പീരിയൻസ് അവർ നമ്മളെ കാണിച്ചു തരും. ലൈക്ക് നമ്മൾ ശരിക്കും ഒരു റഫാൽ ഫൈറ്റർ ജെറ്റിൽ എങ്ങനെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ്, നമുക്ക് ആ ഒരു സിമിലർ എക്സ്പീരിയൻസ് തന്നെ ഒരു സിമുലേറ്റർ. അപ്പോൾ ആ സിമുലേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ഒരു യൂണിറ്റ് ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് ഹൈലി ഇംപ്രസീവ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് എനിക്ക് അവിടെ കാണുന്നത്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു പർപ്പസ്, റഫാൽ ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് പേരുമായിട്ട് ഞങ്ങൾക്ക് പേഴ്സണലി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും അവരുടെ ആ നോളജ്, അവരുടെ ആ എക്സ്പീരിയൻസ് ഇറ്റ്സ് അൺമാച്ച്ഡ്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ആൾക്കാർ വേറെ ഉണ്ടാവും. സോ ഐ ഫീൽ സോ പ്രൗഡ് ടു ഹാവ് gotten the chance to interact with those people, ശരിക്കും highly technically sound, ഒത്തിരി നോളജ് ഉള്ള ആൾക്കാരാണ്. ഇതിൽ ഇത്രയും അധികം ഫൈറ്റർ ജെറ്റ്സിനെ ഒന്നിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങേഴ്സ്, അപ്പോൾ ഇത്രയും വലിയ ഹാങ്ങേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആൻഡ് ഹ്യൂജ് ഹാങ്ങേഴ്സ്. ഓക്കെ, നമ്മളിങ്ങനെ മൂവീസിലൊക്കെ കാണുന്ന 1, 2, 3, 4 ഫൈറ്റർ ജെറ്റ്സ് ഒന്നിച്ച് എന്താ പറയുക, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റി അല്ല. ഇറ്റ്സ് ഹ്യൂജ് ഹാങ്ങേഴ്സ് മെയ്ഡ്, ആൻഡ് അവിടുത്തെ ഓരോ ആ ഹാങ്ങറിൻ്റെ ഓരോ ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഡീറ്റെയിലിംഗ്, ഇൻക്ലൂഡിങ് ദ ടൈൽസ് ദാറ്റ് ദേ യൂസ്, എന്നുവെച്ചാൽ ആ ഒരു ബേസിക് ഡീറ്റെയിലിംഗ് വരെ റഫാൽ പറഞ്ഞ് റഫാലിൻ്റെ സ്റ്റാൻഡേർഡ്സ്, അവരുടെ കുറേ സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി കാര്യങ്ങളുണ്ട്, അതിനോട് അദർ ചെയ്തുകൊണ്ടാണ് അവരത് ചെയ്തേക്കുന്നത്. അപ്പോൾ സോ ഇറ്റ് ലുക്സ്, സോ അതിൽ പല കാര്യങ്ങളും ഇറ്റ് വാസ് വെരി ന്യൂ ഫോർ ദ ഇന്ത്യൻ എയർഫോഴ്സ്, അവിടുത്തെ ഓഫീസേഴ്സ് ആൻഡ് അവിടുത്തെ ടെക്നീഷ്യൻസ് ആൻഡ് ദ എൻജിനീയേഴ്സ് എല്ലാവരും ട്രെയിൻഡ് സ്പെസിഫിക്കലി ടു ഹാൻഡിൽ ദ റഫാൽ ഫൈറ്റർ ജെറ്റ്സ്. അപ്പോൾ ആ ട്രെയിനിങ് തന്നെ ഇറ്റ് ടുക്ക് എ വെരി ലോങ് ടൈം. അവരുടെ ആ എക്സ്പെർട്ടീസ്, ആ നോളജൊക്കെ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒത്തിരി വർഷം എടുത്തു. ആൻഡ് അത്രയും നാൾ, ഐ തിങ്ക് അൺടിൽ വെരി റീസെൻ്റ്ലി there was a whole batch of officers and pilots and engineers from Rafale, ഫ്രാൻസിൽ നിന്ന് നമ്മളുടെ ഈ ഫെസിലിറ്റീസിൽ വന്ന് സ്റ്റേ ചെയ്ത് ഇത്രയും വർഷം നമ്മളുടെ ഓഫീസേഴ്സിനെയും നമ്മളുടെ എയർഫോഴ്സ് ടീമിനെയൊക്കെ ട്രെയിൻ ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് എന്താ പറയുക റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു എൻറ്റയർ ടീം ഉണ്ടായിരുന്നു അവിടുന്ന്. അതുപോലെ തന്നെ ദ ജെറ്റ്സ്, ടോക്കിംഗ് അബൌട്ട് ദ ജെറ്റ്സ്, വി കോഡ്, സോ ഞങ്ങൾ മാത്രമായിരുന്നില്ല, ഇപ്പം ഞങ്ങളുടെ കൂടെ 1-2 അതർ ഓഫീസേഴ്സ്, ദെയർ ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്ന് റഫാൽ ജെറ്റ്സ് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ ആ ഒരു മെജസ്റ്റിക്, I would say those jets are very majestic. അവരുടെ ആ ജെറ്റ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ ക്ലോസ് റേഞ്ചിൽ, ഇൻഫാക്ട് നമുക്കൊരു കോക്പിറ്റ് വരെ അണ്ടർ ദെയർ ഗൈഡൻസ് നമുക്ക് കോക്പിറ്റ് വരെ പോയി അടുത്ത് ക്ലൈംബ് ചെയ്ത് നമുക്ക് അവിടെ പോയി അടുത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇന്ത്യ പർച്ചേസ് ചെയ്ത ഈ ഫൈറ്റർ ജെറ്റ്സിനോടൊപ്പം തന്നെ അതിൻ്റെ ആക്സിലറി ഈ മിസൈൽസ് ആൻഡ് വെപ്പൺസ്, അതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യുന്ന കുറേ വെപ്പൺസും കാര്യങ്ങളും, ഇതെല്ലാം നമ്മൾക്ക് കാണാൻ
അതിൻ്റെ ഒരു പാർട്ടാണ് ഇതൊക്കെ. അവർ പറഞ്ഞത് അവർക്ക് പോലും അറിഞ്ഞുകൂടാത്ത അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻസിലൊക്കെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്നതെന്നാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാൻ തന്നെ നമുക്ക് എന്താ പറയുക, ഫോർ മീ ഇറ്റ് സൗണ്ട് ലൈക്ക് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ, പക്ഷെ എന്നാലും കുറേയൊക്കെ കാണാനും മനസ്സിലാക്കാനും പറ്റി. ഇത് കഴിഞ്ഞിട്ട് അപ്പം അവിടെ റെഗുലർ ഡ്രിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഈ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ ഏത് നിമിഷവും ഒരു വാർ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് റെഡി ടു ടേക്ക് ഓഫ്. ആ ഒരു രീതിയിൽ അതിനെ ഇങ്ങനെ എപ്പോഴും ഡ്രിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ ചെന്ന ദിവസവും അവിടെ ഡ്രിൽസ് ഉണ്ടായിരുന്നു. അന്ന് 2 ഫൈറ്റർ ജെറ്റ്സിൻ്റെ നമ്മൾ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ നമുക്ക് കാണാനും എക്സ്പീരിയൻസ്. ഈ ടേക്ക് ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലെയിൻസിൻ്റെ ഒരു ടേക്ക് ഓഫ് എയർഫോഴ്സ് നേരത്തെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന മിഗ് വിമാനങ്ങളും അതുപോലെ അങ്ങനെ റീസെൻ്റ്ലി വരെ യൂസ് ചെയ്തിരുന്ന വിമാനങ്ങളെക്കാട്ടിലും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെറ്റ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പം എയർ ടു അവർ പറഞ്ഞു തന്ന നോളജ് ആണ് എനിക്കുള്ളത്. എയർ ടു എയർ അറ്റാക്ക്, അതുപോലെ തന്നെ എയർ ടു ഗ്രൗണ്ട് അറ്റാക്സ്, പിന്നെ എന്താ പറയുക, ഒത്തിരി ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈൽസ് ആൻഡ് അതിന് വേണ്ടി സ്പെസിഫിക്കലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന മിസൈൽസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര യുണീക്കായിട്ട് തോന്നിയൊരു സംഭവം, ഇതിലെ ഇപ്പം ഫ്ലൈ ചെയ്യുന്ന ഓഫീസേഴ്സ് യൂസ് ചെയ്യുന്ന സ്യൂട്ട്സ് ഉണ്ട്. ആ സ്യൂട്ട്സ് തന്നെ എത്ര വലിയ ഡിസാസ്റ്റർ ഉണ്ടായാലും ലൈഫ് സേവ് ചെയ്യാൻ പാകത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന, അതിനു വേണ്ടി സ്പെസിഫിക്കലി ഉണ്ടാക്കിയിരിക്കുന്ന സ്യൂട്ട്സാണ് അവർ വെയർ ചെയ്യുന്നതിന്. ആ സ്യൂട്ട്സ് സ്റ്റോർ ചെയ്യാൻ തന്നെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സർട്ടൻ റൂംസിലാണ് ഈ സ്യൂട്ട്സ്. ആ സ്യൂട്ട്സ് കംപ്ലീറ്റ് ഓരോരുത്തരുടെയും മെഷർമെൻറ്റിനനുസരിച്ച് ആ മെഷർമെൻറ്റ് വരെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഓൾമോസ്റ്റ് 12 to 12.5 kg ആണ് ഒരു ഔട്ട്ഫിറ്റ്, ദ സ്യൂട്ട് ദാറ്റ് ദേ വെയർ. അപ്പോൾ അത് അവർ പറഞ്ഞത് പ്രകാരം ഇപ്പം ഫയർ ഉണ്ടായാൽ അതിൽ ബേൺ പോലും ചെയ്യാത്ത, എന്നാൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സുള്ള സ്യൂട്ട്സാണ്. അതുപോലെ അവർ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്സ്, അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ആ ഹെൽമെറ്റ്സ് ആർ ഈച്ച് ഓഫ് ദം ആർ മെയ്ഡ് അക്കോർഡിംഗ് ടു ദെയർ ഹെഡ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഓഫീസറിന് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് വേറൊരാൾക്ക് ഫിറ്റ് ആവില്ല, അത് വർക്ക് ചെയ്യില്ല. സോ ഓരോരുത്തരുടെ തലയുടെ സൈസൊക്കെ എടുത്ത് അത് മെഷർ ചെയ്ത് അതിനനുസരിച്ചാണ്. അപ്പോൾ അതിനകത്തുള്ള സെൻസേഴ്സും കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വെർച്വൽ റിയാലിറ്റി VR ഗെയിംസ് ഒക്കെ ചെയ്തില്ലേ, അതുപോലെ നമ്മൾ ആ ഹെൽമെറ്റ് വെയർ ചെയ്യുമ്പോൾ ആ ഹെൽമെറ്റിനകത്ത് ഇറ്റ്സ് സറൗണ്ടഡ് ബൈ ഡിസ്പ്ലേ, മനസ്സിലായില്ലേ? അപ്പം ഇപ്പോൾ ഒരു ടാർഗറ്റ് മുന്നേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഹെൽമെറ്റിൽ അറിയാൻ പറ്റും. ദേ ഡോണ്ട് ഹാവ് ടു ലുക്ക് ഇൻ ടു അനദർ കൺസോൾ ഓർ ഒരു പാനലിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം എവറിത്തിങ് ഇസ് ദെയർ സെറ്റ് ഓൺ ദ ഹെൽമെറ്റ്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽമെറ്റ്സാണ്. അപ്പം ആ ഹെൽമെറ്റ്സ് വരെ എവറി 15 days അവരുടെ ഹെഡ് മെഷർമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ. ഇപ്പം ഒരു X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസറിന് പുള്ളിയുടെ എക്സിൻ്റെ മെഷർമെൻറ്റ് വെച്ച് ചെയ്തേക്കുന്ന ഹെൽമെറ്റ് കനോട്ട് ബി യൂസ്ഡ് ഓൺ Y, മനസ്സിലായില്ല? അപ്പം ഒരാൾക്ക് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് വേറെ ആരുടെ വർക്ക് ചെയ്യത്തില്ല. അപ്പം അത് മാത്രമല്ല, ഇപ്പം ഇവർ ഇതിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹെൽമെറ്റ് വെയർ ചെയ്തേക്കുന്ന ടൈമിൽ ഹെഡ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താലും ആ ഡിസ്പ്ലേ വിൽ കം ഇൻ അക്കോർഡൻസ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഹെഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഞാൻ കേട്ടത് ഈ സ്യൂട്ടിന് മാത്രം ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ
ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ദ കൈൻഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി ദേ ഗേവ് us, ലൈക്ക് നമ്മളവിടെ വെൽക്കം ചെയ്തതും അവർ നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തതും, ദർ ഓൾ ഇൻ എ വെരി ഡിഫറെൻറ്റ് ലെവൽ അല്ലേ. ലൈക്ക് ഇത്രയും നോളജൊക്കെ ഗെയിൻ ചെയ്ത ആൾക്കാർ നമ്മളെപ്പോലുള്ള നോർമലായിട്ടുള്ള വ്യക്തികൾ വരുമ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും നമ്മൾക്ക് അവർക്കുള്ള ഇൻഫർമേഷൻ, അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തത്. I feel so blessed to have had the opportunity to visit the Rafale facility. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതാണ് എനിക്ക് അന്ന് അവിടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഞാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് ഐ ഫെൽറ്റ് എന്താ പറയുക, ഒരു ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ദ വീഡിയോസ്. പക്ഷേ എന്നാലും ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ദ നീഡ്. ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ പലപ്പോഴും അറിയുന്നില്ല നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മളുടെ ആംഡ് ഫോഴ്സസും എത്രമാത്രം പ്രിപ്പറേഷൻസ് ആണ് അവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മളാരും അറിയുന്നില്ല. നമ്മളിവിടെ ഇരുന്ന് നമ്മളുടേതായ ചെറിയൊരു ലോകത്തിരുന്ന് മറ്റുള്ളവർ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തിയും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അപ്പം അതൊന്നും അല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നടക്കുന്ന ഈ ഒരു സജ്ജീകരണങ്ങൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദ അവർ. നമ്മളുടെ ചുറ്റും നടക്കുന്ന വാർഫെയർ, ഇപ്പോൾ നമ്മുടെ ഗാസയുടെ സിറ്റുവേഷൻ ആണെങ്കിലും യുക്രൈനിൽ നടന്ന കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളത്. ഒരു വാർ, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മളുടെ രാജ്യം എത്രമാത്രം പ്രിപ്പയർഡ് ആണ് എന്നുള്ളത് വളരെ ഒരു ക്വസ്റ്റ്യൻ, വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഒരു വാർ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അതിന് അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല. സോ ഐ ബിലീവ് ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി ഒക്കെയും തന്നെ വളരെ 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 മികച്ചതാണ് ലോകത്ത് തന്നെ. അപ്പോൾ അവർ ചെയ്യുന്ന ഈ തയ്യാറെടുപ്പുകൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നല്ലതിനാവട്ടെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇറ്റ്സ് ഫോർ our good അല്ലേ. സോ ഐ ഫീൽ ആസ് എ സിറ്റിസൺ of India, I feel really proud. ആ ഒരു എന്താ പറയുക, രോമാഞ്ചം ഒക്കെ ഉണ്ടാവുന്ന മൊമെൻറ്റ്സ് ആയിരുന്നു എനിക്ക് അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ. സോ ഐ ഫെൽറ്റ് ഓണേർഡ് ആൻഡ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്ന അഞ്ജലിക്കും അഭിഷേകിനും ഒക്കെ ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു. It is like a once in a lifetime experience. I feel supremely honored and humbled to have visited the Rafale facility. And എനിക്ക് ഒരിക്കലും സാധിക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല, ബട്ട് I feel privileged. And I salute all our officers. നമ്മുടെ എയർഫോഴ്സിലും അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസിലെല്ലാം ഉള്ള ഓഫീസേഴ്സിനെ സല്യൂട്ട് ചെയ്യുന്നു. We can't compare any of our achievements, any of our work with that of theirs. So ശരിക്കും അവരൊക്കെയാണ് നമ്മളുടെ ശരിക്കുള്ള ഹീറോസ് എന്ന് പറയുന്നത്. റഫാലിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എനിക്ക് അവിടുന്ന് കുറച്ച് സുവനിയേഴ്സ് മേടിക്കാൻ പറ്റി. റഫാൽ ഫൈറ്റർ ജെറ്റ്സ് കണ്ട് അതിൻ്റെ ഒരു അമ്പരപ്പ് മാറാതെ തന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. സോ അവിടുന്ന് കുറച്ച് ദൂരം മാറി ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ടീ മാനുഫാക്ചറിങ് ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ. സോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ റഫാൽ ഫ്ലൈറ്റ്സിൻ്റെ ആ സൗണ്ട് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സൗണ്ട് ഭയങ്കര ഒരു പവർ മാത്രമാണ്. ഇവിടെ
ഫ്രഷ് ആയിട്ട് പ്രൊക്യൂർ ചെയ്തേക്കുന്ന ടീ ലീവ്സ് പല പ്രോസസ്സിലൂടെ ഒരു ഫൈനൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഫൈനൽ പ്രോഡക്റ്റ് പല ഗ്രേഡിലായിരിക്കും, ലൈക്ക് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പല ഗ്രേഡിൽ അവർ സോർട്ട് ചെയ്യും. അതിന് മുന്നേ ഇതെങ്ങനെയാണ് ഈ ഗ്രീൻ ടീ ലീവ്സ് ഒരു പൗഡർ ഫോമിലേക്ക് എത്തുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് ചെറിയൊരു ഫാക്ടറിയാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. मशीन में डाला जाता है, उसमें क्वालिटी अलग अलग होता है। अच्छा, उसको सेपरेट हाँ, जो छोटा दाना होता है उससे थोड़ा बड़ा दाना और बड़ा दाना ऐसे 7-8 क्वालिटी के अपना बनता है। This again goes into a machine and then it's again segregated into 6-7 varieties based on the body. 4 വെറൈറ്റി അല്ലേ? ഏതാ? ഇതിപ്പം ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ആണോ അതോ ഇവരിങ്ങനെ ഹോൾസെയിലറായിട്ട്? Hope you're all doing good. Signing off until the next video. Take care and bye.